ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം എരുമേലി വഴി ഒരു പരമ്പരാഗത കാനന പാതയുണ്ട്. കല്ലുമുള്ളും നിറഞ്ഞ പാത തന്നെയാണ്. പക്ഷേ ആ വഴി നടന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാലേ അങ്ങ് ശബരിമല സന്നിധാനത്തെത്തു. ഈ പാത വഴി പോകുന്ന ആളുകൾക്ക് സന്നിധാനത്ത് ക്യൂ നിൽക്കാത്ത ഒരു സാഹചര്യം കൊടുക്കാൻ, ഒരു സൗകര്യം കൊടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് വരുന്നത്. ഇവർക്ക് വരി നിൽക്കാതെ ദർശനം നടത്തി മടങ്ങിപ്പോകാം. വരി ഇത്രയധികം മണിക്കൂറുകൾ യാത്ര ചെയ്താണ് വരുന്നത്. ഈ തീരുമാനം ഉടൻ നടപ്പാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. എരുമേലി കാനനപാത വഴി കാൽനടയായി വരുന്ന ഭക്തർക്ക് ഒരു വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടാഗ് കൊടുത്തിട്ട് അവര് സ്വാമിയപ്പൻ റോഡ് വഴി, അവരുടെ താല്പര്യം അവർക്ക് സ്വാമിയപ്പൻ റോഡ് വഴി കയറി വന്ന് മരക്കൂട്ടത്തിൽ നിന്ന് നേരെ നമ്മുടെ ചന്ദ്രാനന്ദൻ റോഡ് വഴി ക്രമീകരിക്കുവാനുള്ള വരുവാനുള്ള ഒരു ക്രമീകരണം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ADM ഇന്നലെ നടന്ന യോഗത്തിൽ അവരുടെ ഒരു റിക്വസ്റ്റ്, അവിടുന്ന് വരുന്ന ഭക്തർക്ക് 18 കിലോമീറ്റർ നടന്നു വരുന്നവരാണ്. അവരെ വീണ്ടും ഈ ക്യൂ നിർത്തുക എന്ന് പറയുന്നത് ഒരു ശരിയല്ല എന്നുള്ള ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അവിടുന്ന് വരുന്നവർക്ക് മാത്രമായി പ്രത്യേക ഒരു ടാഗ് കൊടുക്കും. ആ ടാഗ് കാണിച്ചാൽ അവിടെ നിന്ന് നമ്മുടെ പമ്പയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി കയറി ഇവിടെ വന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴി കയറി ഇഞ്ഞ് നടപ്പന്തലിലേക്ക് എത്തി പുല്ലുമേട്ടിൽ നിന്ന് വരുന്നവരെയും കൂടി ചേർത്ത് പ്രത്യേക ഒരു സൗകര്യം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഓക്കെ, താങ്ക് യു പ്രശാന്ത്. കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് എരുമേലിയിൽ വെച്ച് തീർത്ഥാടകർ പ്രത്യേക പാസ് കൊടുക്കാനാണ് പരിപാടി. ഇങ്ങനെ പാസ് കൊടുത്താൽ ഇവർക്ക് ക്യൂ നിൽക്കാതെ ദർശനം നടത്തി മടങ്ങിപ്പോകാം. എന്തായാലും നല്ലൊരു തീരുമാനമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.